ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായി ചർച്ച ചെയ്യുവാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് സർ, ഞാൻ ഏറ്റുമാനൂർ എന്ന സ്ഥലത്ത് 20 സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ചൊരു പ്ലാൻ വരച്ചു. എൻ്റെ ഈ പ്ലാനിലോ വസ്തുവിലോ എന്തൊക്കെയാണ് ദോഷങ്ങളുള്ളത്, വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കണം, സാറിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം മാറ്റങ്ങൾ വരുത്താൻ എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് സുനിൽ കുമാർ. ഇവരുടെ ഈ ഒരു വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ശരിക്കും ഒരു അതിരുമുട്ടിൻ്റെ വിഷയം കാണുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു പ്ലോട്ട് ഒരു എൽ ഷേപ്പിലായിട്ട് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു അതിരുമുട്ടിൻ്റെ വിഷയം കാണുന്നുണ്ട്. അപ്പോൾ ഇവർ വീട് ചെയ്യുമ്പം ഒന്നുകിൽ ഈ അതിരുമുട്ട് വരുന്ന ഭാഗം ഒരു മതിൽ കെട്ടി ഒരു കോമ്പൗണ്ട് വാൾ തിരിച്ച ശേഷം മാത്രമേ ഇതിനകത്ത് വീട് പണി ഇവർ തുടങ്ങാവൂ. അല്ലെങ്കിൽ പിന്നെ അതിരുമുട്ട് ഒഴിച്ചു വേണം ഇവർ വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ ഇതിൻ്റെ ഗേറ്റ് വെക്കുമ്പം ഇതിൻ്റെ കിഴക്കോട് ദർശനമായിട്ടുള്ള വീടാണ്. അപ്പോൾ വീട് ഗേറ്റ് വരുമ്പം ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോട്ട് നമ്മൾ ഗേറ്റ് വരുമ്പോൾ ഒരുപാട് ഒരു കോണിലേക്ക് മാറിപ്പോയി എന്നൊരു ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള പ്ലോട്ട്, അതായത് ഇതിൻ്റെ കിഴക്കുവടക്ക് മൂലയെന്ന് തെക്കിഴക്ക് മൂല വരെയുള്ള നീളം എടുത്ത ശേഷം അതിനെ നേരെ പകുതിയാക്കുക. ആ പകുതിക്ക് കിഴക്കുവടക്ക് ഭാഗത്തോട്ട് ചെയ്യുവാണെങ്കിൽ ഉത്തമമാണ്. അതുപോലെ പഴയ വീടോണം ഇതിനകത്ത് നിലനിൽപ്പുണ്ടെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഈ പഴയ വീട് ഇവർ പൊളിക്കുമ്പോൾ ഒന്ന് നല്ലൊരു സമയം ഇവർ നോക്കണം. രണ്ട്, പഴയ വീട് ഇവർ പൊളിച്ചു മാറ്റുമ്പം അതിൻ്റെ തറ കല്ല് ഉൾപ്പെടെ അവർ പൊളിച്ചു മാറ്റി വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഇത് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരു JCB അല്ലെങ്കിൽ ഒരു മണ്ണ് മാന്തിക്കുന്ന ആരെങ്കിലും വിളിച്ചിട്ട് ഒന്ന് മണ്ണെല്ലാം ഒന്ന് ശുദ്ധിയാക്കിയ ശേഷം ഇതിനകത്ത് തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ ഇതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർ പോർച്ച് കിഴക്കുടക്ക് ഭാഗത്ത് നമ്മൾ കാർ പോർച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കിഴക്കുടക്ക് ഭാഗത്ത് വീടിൻ്റെ കാർ പോർച്ചായി പോകും. പക്ഷേ ഒരിക്കലും ഒരു ബെഡ്റൂമോ ഒരു പൂജാമുറിയോ അല്ലെങ്കിൽ ഒരു കിച്ചണോ അവിടെ വരാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് ഈ കിഴക്കുടക്ക് ഭാഗത്ത് കാർ പോർച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഈ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഇവർക്ക് വേണമെങ്കിൽ നല്ലൊരു ബെഡ്റൂം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു പൂജാമുറി കൊടുക്കാൻ പറ്റും. അതുപോലെ കുട്ടികളുടെ ഒരു പഠനമുറി ഇവർക്ക് ക്രമീകരിക്കാനായിട്ട് പറ്റും. പക്ഷേ കാർ പോർച്ച് ഇതിൻ്റെ സെൻട്രലാക്കി 2 തൂണ് മാത്രമാക്കി ഷെയ്ഡ് മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടും. അതുപോലെ ബ്രഹ്മസൂത്രം ഇതിനകത്ത് അടഞ്ഞാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ വലിയൊരു ഭിത്തിയാണ്. അപ്പം ഭിത്തി വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ബ്രഹ്മസൂത്രം അടഞ്ഞു പോകും. കാരണം ബ്രഹ്മസൂത്രം അടഞ്ഞ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടൽ പോലത്തെ അസുഖങ്ങളൊക്കെ ഫീൽ ചെയ്യും. അത് തന്നെയല്ല, ഇതിൻ്റെ സ്വീകരണമുറിയിലേക്ക് ഒരാൾ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്കൊരു എനർജി ഇല്ലാത്ത അവസ്ഥ, കാരണം ഒരു വെട്ടവും ഒരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പം ഇതിൻ്റെ ബ്രഹ്മസൂത്രം ഓപ്പൺ ചെയ്യാനായിട്ട് ഒന്നുകിൽ ഇവർക്ക് അവിടെ ഒരു ആർച്ചോ എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു സെപ്പറേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ വസ്തുവിൻ്റെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഗന്ധർവൻ്റെയും യക്ഷിയുടെയും നാഗത്തിൻ്റെയും ഉപവാസമുള്ള ഭൂമിയായിട്ട് കാണുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത ശേഷം ഏതെങ്കിലും കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിച്ച ശേഷം ഇവർക്ക് വീട് പണി തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ ഇതിൻ്റെ വസ്തു എടുക്കുന്ന സമയത്ത് ഈ വസ്തു തെക്ക് കിഴക്ക് ദിക്കിലേക്ക് നീണ്ടിരിക്കുന്ന വസ്തുവായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. കാരണം തെക്ക് കിഴക്ക് ദിക്കിലേക്ക് നീണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ദോഷങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഈ ഒരു ഭാഗം സ്ക്വയർ ചെയ്ത് വിട്ട ശേഷം മാത്രം ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രോഗങ്ങളും കടബാധ്യതകളും ആൺകുട്ടികൾക്ക് ചിലപ്പം എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഭാഗം സ്ക്വയർ ചെയ്ത ശേഷം ഇതിനകത്ത് വീട് പണി ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. കാരണം നമുക്കൊരു വീടെടുക്കുമ്പം നമുക്കൊരു 4 മൂലകൾ മാത്രമേ വരാൻ പാടുള്ളൂ. ഒരു ഏങ്കോണിപ്പോൾ അല്ലെങ്കിൽ ഒരു മൂലകൾ കൂടുകയൊക്കെ ചെയ്ത് കഴിയുമ്പം ഏത് ദിക്കിലാണ് അത് വന്നിരിക്കുന്നത് അനുസരിച്ച് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ വരാം. അപ്പം മറ്റ് ദോഷങ്ങളൊന്നും ഞാനിതിനകത്ത് കാണുന്നില്ല. അതുപോലെ ഇവർക്ക് ഇവിടെ ജാതകം എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ശനിയിൽ രാഹുവിൻ്റെ അപകാരം നടക്കുന്ന സമയമാണ്. ചെറിയ സമയമോഷങ്ങളൊക്കെ ഉണ്ട്. ഇവർ നവഗ്രഹ പൂജ ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ സമയമോഷത്തിനൊക്കെ ഒരു പരിഹാരമാകും. അതുപോലെ നവഗ്രഹ പൂജ ഒരു മാസത്തിൽ ഒരിക്കലും കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നല്ല സമയദോഷത്തിനൊക്കെ കാഠിന്യം വളരെ കുറയുന്നതിന് അത് കാരണമായി തീരും. അതുപോലെ മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. വീടുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് വിഷയങ്ങളൊന്നും കാണുന്നില്ല. ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്ത ശേഷം നല്ലൊരു ദിവസം നിശ്ചയിച്ച് ഇവർക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിരുമുട്ട്, കന്നിമൂല, ഇങ്ങനെ 2 പദങ്ങൾ പരസ്പരം ഒരു എന്താ പറയുക, ഒരു ഇണപിരിഞ്ഞ് കിടക്കുക എന്ന് പറയാം. കാരണം പലപ്പോഴും ഇത് മാറി മാറി യൂസ് ചെയ്യാറുണ്ട്, ഒരു പദത്തിന് പകരമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും, ഈ 2 കോൺസെപ്റ്റിൻ്റെയും ഒരു വിശദീകരണം പറയാമോ? ഇത് ചില വസ്തുക്കൾ എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഒരു പ്ലോട്ട് ഒരു 10 മീറ്ററുള്ള പ്ലോട്ടാണെന്ന് വെച്ചു, അതിനപ്പുറത്തുള്ള പ്ലോട്ട് 5 മീറ്റർ ഒരാടെയും 5 മീറ്റർ ഒരാടെയാണെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് അതിലൊരു മതിൽ കിട്ടും. അപ്പോൾ ആ മതിൽ കയറുന്ന ഈ 10 മീറ്ററുകാരൻ്റെ പ്ലോട്ടിലാകുമ്പോൾ അതൊരു മുട്ടതിരാണ്.
അപ്പോൾ ആ മുട്ടതിരി ഇല്ലാതാക്കാൻ ഒന്നുകിൽ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തിട്ട് മതിൽ കെട്ടുവാണെങ്കിൽ മുട്ടതിരില്ല. പക്ഷേ എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു പ്ലാനിൽ പകുതി വേറൊരാളുടെ പ്ലോട്ടും പകുതി വേറൊരാളുടെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് മതിൽ കെട്ടിയേച്ച് വരുമ്പോഴത്തേക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് അതിനായിട്ട് ഷാർപ്പ് എഡ്ജ് വരുന്നത്. അപ്പം നമ്മൾ വീട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഈ മുട്ടതിര് ഒഴിച്ചു വേണം വീട് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഈ മുട്ടതിര് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു ഷാർപ്പ് എനർജി ആയിരിക്കാം വീടിൻ്റെ അകത്തേക്ക് വരിക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ടച്ച് ചെയ്യുന്നത്. അത് ഏത് ദിക്കിൽ നിന്ന് വരുന്നോ അതനുസരിച്ച് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ പറഞ്ഞ പോലെ അതുപോലെ വേറൊരു വിഷയമുണ്ട്, വഴിമുട്ട എന്നൊരു സംഭവമുണ്ട്. ചില വഴികൾ നേരെ സ്ട്രെയിറ്റ് വന്ന് കയറുന്ന ഒരു വീട്ടിലോട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വഴി നേരെ വന്നിട്ട് വളഞ്ഞ് ഒരു സി പോലെ പോകുന്നുണ്ടാവും. അപ്പോൾ ആ ഷാർപ്പായിട്ട് വന്ന് നിൽക്കുന്നിടത്ത് വഴിമുട്ടാണ്, തിരിച്ച് ഷാർപ്പായിട്ട് വന്ന് നിൽക്കുന്നിടത്ത് വഴിമുട്ടാണ്. അതുപോലെ തെക്ക് പടിഞ്ഞാറ് പോർഷൻ എന്ന് വെച്ചാൽ സൗത്ത് വെസ്റ്റ് കോർണറാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറ് പോർഷനായിട്ട് കന്നിമൂലയായിട്ട് നമ്മൾ പറയുന്നത്. കാരണം കന്നിമൂല ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ വന്നാൽ അത് ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകളെ ആയിരിക്കാം മോശമായിട്ട് ബാധിക്കുക, ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് ബാധിക്കുക. ഒരു വീടിനെ സംബന്ധിച്ച് അതിൻ്റെ കിഴക്ക് വടക്ക് മൂലയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റ് വന്നാൽ ആ വീട്ടിലെ ഗ്രഹനാഥനെ ആയിരിക്കാം അത് എഫക്റ്റ് ചെയ്യുക. ഇപ്പം ഒരു വീട്ടിലെ സ്ത്രീകളുടെ സ്വഭാവ രൂപീകരണമായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ദിക്കാണ് തെക്ക് പടിഞ്ഞാറ് മൂല. അതുകൊണ്ട് തന്നെയാണ് അതിനെ കന്നിമൂല എന്ന് പറയുന്നത്. അപ്പം വാസ്തുവിനെ സംബന്ധിച്ചിട്ട് ചില ദിക്കുകളിൽ ചില സാധനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല, അല്ലെങ്കിൽ അടുക്കള ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ ടാങ്കുകൾ കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം കൊടുക്കാൻ പറ്റില്ല. കാരണം ഓരോ ദിക്കും നമ്മൾ പഞ്ചഭൂതമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഓരോന്നിന് ചേരുന്ന പഞ്ചഭൂതമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഓരോ ദിക്കും പ്ലാൻ ചെയ്യാറുള്ളൂ. വാസ്തുവിൽ തന്നെ നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ ഒരു പ്ലോട്ട് എടുത്താൽ അതിനെ 8ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഓരോ കണ്ണത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ബ്രഹ്മസ്ഥാനമായിട്ടുള്ള ഭാഗം നമ്മൾക്ക് ഒരിക്കലും മലിനമാകാത്ത രീതിയിൽ അവിടെ വേറെ വലിയ വെയിറ്റുള്ള സാധനങ്ങളൊന്നും വരാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ ഓരോ പ്ലോട്ട് എടുക്കുമ്പോഴും ഓരോ വീട് എടുക്കുമ്പോഴും അതിൻ്റെ നീളവും വീതിയും അളന്ന ശേഷം എത്ര ഡിഗ്രി ചരിവിലാണ് എന്ന് നമ്മൾ കൃത്യമാക്കിയ ശേഷമായിരിക്കും അതിനകത്തൊരു പ്ലാൻ നമ്മൾ ചിട്ടപ്പെടുത്തുക. പിന്നെ നിലവിലുള്ള വീടിനാണെങ്കിൽ പോലും ഈ മുട്ടതിരോ അല്ലെങ്കിൽ ഈ വഴിമുട്ടോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് ഒന്നും പൊളിച്ചൊന്നും പണിയാതെ തന്നെ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അറിയാതെ കിടക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അറിയാതെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നമുക്കിങ്ങനെ ഒരു ദോഷം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴിമുട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഈ മുട്ടതിലുണ്ടെന്നോ ഒരിക്കലും നമ്മൾ അറിയില്ല. കാരണം വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് നമുക്കതിൻ്റെ ഒരു സീരിയസ്നെസ് പലപ്പോഴും നമ്മൾ അറിയില്ല. പക്ഷേ ചില വീടുകളാണെങ്കിൽ പോലും നമ്മൾ മെയിൻ ഡോർ തുറന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള വഴിമുട്ടുകളോ അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജുകളോ ചിലപ്പം നമ്മുടെ തൂണുകൾ തന്നെ ആയിരിക്കാം, നമ്മൾ ഗേറ്റൊക്കെ കൊടുത്തിരിക്കുന്ന ഷാർപ്പ് എഡ്ജ് തൂണുകൾ തന്നെ വീടിൻ്റെ ഗേറ്റിലേക്ക് വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും നമുക്ക് നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യിച്ച് വിടാനൊക്കെയുള്ള മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ വലിയ പ്രശ്നങ്ങളോ പരിഹാരങ്ങളോ ഒന്നും ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിലവിലുള്ള പ്രശ്നങ്ങൾ എന്താണോ അതറിഞ്ഞ് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു വിഷയങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറി കിട്ടുകയും ചെയ്യും. അല്ലാതെ മുട്ടതിനുണ്ട് അല്ലെ അതിന് മുട്ടുണ്ടെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കാനൊക്കെ ഉള്ള സിമ്പിൾസുകൾ വാസ്തുവിലുണ്ട്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതോടെ ആ വിഷയം പൂർണ്ണമായിട്ട് മാറി കിട്ടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വാസ്തുപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയിരിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മനോഹരമായ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ,
വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.